മരിച്ചുപോയ ആത്മാക്കള് ജീവിച്ചിരിക്കുന്നവരുടെ ശരീരത്തിൽ പ്രവേശിക്കുമോ? അതാണ് എന്റെ സംശയം. മരിച്ചുപോയ ആത്മാക്കളുടെ ആത്മാക്കൾ ജീവിച്ചിരിക്കുന്നവരുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഭ്രാന്തനൊക്കെയായിട്ട് അങ്ങനെ ഒരു വിദണ്ഡ വിശ്വാസമുണ്ട്. അത് ഇസ്ലാമികമല്ല, ഇസ്ലാമിന് കഠിന വിരുദ്ധമായ വിശ്വാസമാണത്. അവര് പ്രേതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പ്രേതം വേറെ. മരിച്ചുപോയവന്റെ ആത്മാവൊക്കെ വേറുള്ളവരിൽ കയറും എന്നാൽ ഈ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റി, അമ്പിയാക്കന്മാരെ പറ്റി, നബിമാരുടെ ദൈവത്തിനെ പറ്റി ഒക്കെ വിശ്വാസം ഉണ്ടാവില്ലേ? അള്ളാന്റെ റസൂലല്ല ഈ വന്നത്, അതിന്റെ മുമ്പത്തെ ഏതോ ഒരാളെ ആത്മാവ് കടന്നു വന്നതാണ് എന്നൊക്കെ മനുഷ്യൻ പറയില്ലേ? അപ്പൊ അതുകൊണ്ട് ആത്മാവ് മറ്റൊരു ആളിൽ കടന്നുകൂടുക എന്ന ആ വാദം വിദണ്ഡവാദമാണ്, ഇസ്ലാമിന് അന്യമായ ഒരു തെറ്റായ സിദ്ധാന്തമാണ്. അത് ഇസ്ലാം അംഗീകരിക്കില്ല. അവര് ഈ ചികിത്സകളൊക്കെ നടത്തുന്ന, ഭ്രാന്തന്മാർക്കുള്ള ചികിത്സയൊക്കെ നടത്തുന്ന അവിടെ അവര് വിളിച്ചു പറയല്ലോ ഞാൻ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വിളിച്ചു പറയാം. അത് ജിന്ന് എന്നറിയുന്ന ഒരു കൂട്ടര്, അതുപോലെ ശൈത്വാൻ എന്നറിയുന്ന കൂട്ടരും ഒക്കെ നമ്മളുടെ കഴിവുകളൊക്കെ അടക്കിയിട്ട് നമ്മളുടെ മേത്ത് അധികാരം നടത്തും എന്നല്ലാതെ ഇതിൽ ആത്മാവ് പ്രവേശിക്കല്ലത്. നമ്മളെ മരിച്ച് കടത്തിയ മാതിരി ഉറക്കി കടത്തിയിട്ടോ മയക്കി കടത്തിയിട്ടോ നമ്മുടെ മേത്ത് അധികാരം നടത്താൻ ജിന്നുകൾക്കും ശൈത്തുകൾക്കും ഒക്കെ കഴിയും. ചിലപ്പോൾ ആ ഭാഗത്തിൽ പലതൊക്കെ നടക്കുന്നുണ്ടാകാം. അല്ലാതെ ഒരാളുടെ ആത്മാവ് മറ്റൊരാളുടെ ശരീരത്തിൽ കയറുക എന്ന് പറഞ്ഞ ഇടപാടില്ല. അത് നമ്മൾ വിശ്വസിക്കാനും പാടില്ല. അത് ഇസ്ലാമിന്റെ അടിത്തറ തന്നെ മാന്തുന്ന വിശ്വാസമാണ്. അത്തരം വിശ്വാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണം.